ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ നാളെ സർവകലാശാലയിൽ എത്തുമെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ. ഒരു ദിവസത്തേക്കാണ് അദ്ദേഹം അപേക്ഷ നൽകിയത്. ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് അവധി ചോദിച്ചതെന്നും അനിൽകുമാർ പറയുന്നു. സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കും വരെ തുടരുമെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, അപ്പോൾ നിലപാട് കടുപ്പിക്കുകയാണോ രജിസ്ട്രാർ? നേരത്തെ അവധിയെടുക്കും എന്നുള്ള സൂചനകളുണ്ടായിരുന്നു, പക്ഷേ അത് ഒരു ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാട് കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയാണോ അദ്ദേഹം? അതെ സായികുമാർ, VCയെ പൂർണ്ണമായും തള്ളുകയാണ് ഈ ഘട്ടത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നിന്ന് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം. സിൻഡിക്കേറ്റിന്റെ പിന്തുണയോടുകൂടി രജിസ്ട്രാർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിട്ടുള്ളത്. കാരണം നേരത്തെ വന്ന വാർത്ത തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, ദേഹാസ്വാസ്ഥ്യം വന്നതിനാൽ ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് അവധി നൽകണം എന്ന ഒരു അപേക്ഷ VCക്ക് നൽകിയെന്നും, എന്നാൽ സസ്പെൻഷനിലായ രജിസ്ട്രാർ എന്തിനാണ് അവധി അപേക്ഷ നൽകുന്നത് എന്ന പരിഹാസത്തോടുകൂടി VC ആ അപേക്ഷ നിരസിക്കുകയുമായിരുന്നു എന്നതാണ്. എന്നാൽ ആ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ ഡോക്ടർ KS അനിൽകുമാർ. താൻ അവധി അപേക്ഷിച്ച ചോദിച്ചത് ഇന്ന് മാത്രമാണ്. ഇന്നൊരു ദിവസത്തേക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ, രക്തസമ്മർദ്ദത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം അവധി ചോദിച്ചു. അദ്ദേഹം അവധി എടുക്കുകയും ചെയ്തു. അതിനുശേഷം നാളെ കൃത്യമായി സർവകലാശാലയിൽ അദ്ദേഹം എത്തിച്ചേരേണ്ട സമയത്ത് അദ്ദേഹം രജിസ്ട്രാറുടെ ഓഫീസിലേക്ക്, രജിസ്ട്രാറുടെ കസേരയിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നും സർവകലാശാലയിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെയുള്ള ജോലികൾ നാളെയും അദ്ദേഹം തുടരുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലേക്കും പിന്തിരിയാനോ ഈ ഘട്ടത്തിൽ ഡോക്ടർ KS അനിൽകുമാർ എന്ന രജിസ്ട്രാർ തയ്യാറാകുന്നില്ല. സിൻഡിക്കേറ്റിന്റെ കൃത്യമായ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. അത് തന്നെയാണ് നേരത്തെ അദ്ദേഹം അവധി എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പിൻവാങ്ങൽ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി സിൻഡിക്കേറ്റ്, അതോടൊപ്പം സർക്കാർ ആ ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ ഇപ്പോൾ ഈ താൻ നാളെ എത്തും എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നതിന് പിന്നിൽ? തീർച്ചയായിട്ടും ഒരു സർവകലാശാലയിലെ രജിസ്ട്രാർ ആ സംസ്ഥാനത്തെ ഗവർണർക്കും ആ സർവകലാശാലയെ നിയന്ത്രിക്കുന്ന വൈസ് ചാൻസലർക്കുമെതിരെ പോരാടാൻ ഇറങ്ങുമ്പോൾ ആ പോരാട്ടത്തിന് കൃത്യമായ പിന്തുണ അത് ഉറപ്പാക്കാതെ അദ്ദേഹം അതിനിറങ്ങിത്തിരിക്കുമെന്ന് ഒരു തരത്തിലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആ പിന്തുണ നൽകുന്നത് ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ സർക്കാരുമാണ്. ആ സർക്കാർ നിയന്ത്രിക്കുന്ന, ആ പാർട്ടി നിയന്ത്രിക്കുന്ന സിൻഡിക്കേറ്റുമാണ്. ആ സിൻഡിക്കേറ്റിന്റെയും സർക്കാരിന്റെയും CPMന്റെയും പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാർ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാകും വരെയും ആ റദ്ദാക്കാനുള്ള അവകാശം കൃത്യമായി ഉള്ള ആൾ ചാൻസലറാണ്. ആ ചാൻസലർക്ക് മാത്രമാണ് ആ യോഗം അനധികൃതമായിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേർന്നത് എന്നും ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കണമെന്നുള്ള ഉത്തരവിടാനുള്ള അവകാശമുള്ളത് ചാൻസലർക്ക് മാത്രമാണ്. എന്നാലും ആ റിപ്പോർട്ട് നൽകിയിട്ട് തിങ്കളാഴ്ചയാണ് ആ റിപ്പോർട്ട് വൈസ് ചാൻസലറായിരുന്ന സിസ തോമസ് രാജ്ഭവനിലേക്ക് കൈമാറിയത്. ആ റിപ്പോർട്ട് നൽകി 3-ാം ദിവസവും ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ഞായറാഴ്ച നടന്ന യോഗം നിയമസാധുതയില്ലാത്തതാണെന്നും ആ യോഗം താൻ പിരിച്ചുവിട്ടുവെന്നും ആ പിരിച്ചുവിട്ടതിനു ശേഷം ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുമുള്ള റിപ്പോർട്ടാണ് വൈസ് ചാൻസലർ സിസ തോമസ് രാജ്ഭവനിലേക്ക് സമർപ്പിച്ചത്. ആ രാജ്ഭവനിലേക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ ഇതുവരെയും രാജ്ഭവൻ തീരുമാനമെടുത്തിട്ടില്ല. അത് നടപടി എടുക്കും എന്നതാണ് നമുക്ക് ലഭിച്ചിരുന്ന നടപടി കൂടിയാണ് ഇനി വരാനുള്ളത്. പക്ഷേ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് രജിസ്ട്രാർ KS അനിൽകുമാറും വ്യക്തമാക്കുകയാണ്. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഘട്ടത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നു. അപ്പീൽ ഹൈക്കോടതി നാളെ പരിഗണിക്കുകയും ചെയ്യും. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകും. ശ്യാം, ഒരു അതിവേഗ നടപടി തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഉച്ചയ്ക്ക് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പീലുമായി സർക്കാർ പോകുമെന്ന്. അത് ഇന്ന് തന്നെ ഉണ്ടായി എന്നുള്ളത് ഒരു അതിവേഗ നടപടിയായി കാണണ്ടേ? സായികുമാർ, അങ്ങനെ തന്നെയാണ്. അല്പസമയം മുമ്പാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീൽ നാളെ പരിഗണിക്കുന്നത്. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ അതിവേഗം ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് തന്നെ എത്രയും വേഗം അപ്പീൽ നൽകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ആ അപ്പീൽ നൽകുമ്പോഴാണ് അത് നാളെ തന്നെ പരിഗണിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇന്ന് 3 മണിക്ക് മുൻപ് തന്നെ ഈ അപ്പീൽ തയ്യാറാക്കി നൽകുകയും ചെയ്തത്. ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് നാളെ ഈ ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ കീം റാങ്ക് പട്ടിക റദ്ദാക്കുന്ന നിലപാടാണ്
ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത് ജസ്റ്റിസ് DK സിംഗ്, ദിനേശ് കുമാർ സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതായിരുന്നു നടപടി. ആ നടപടിക്ക് ശേഷം അതിൽ ദിനേശ് കുമാർ സിംഗ് വ്യക്തമാക്കിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രവേശന നടപടികൾ ആരംഭിച്ച ശേഷം കീം പ്രോസ്പെക്ടസിൽ സർക്കാർ മാറ്റം വരുത്തി, അത് നിയമവിരുദ്ധമാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ സാഹചര്യത്തിലാണ് പഴയ പ്രോസ്പെക്ടസ് അനുസരിച്ച് കീം റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്ന നിർദ്ദേശം സിംഗിൾ ബെഞ്ച് നൽകിയത്. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്.